എന്താടി രാവിലെ തന്നെ ചേട്ടൻ പോയി മുട്ടിട്ട്? എനിക്ക് അപ്പോഴേ അറിയാം നിന്റെ കാര്യം പോക്കാന്നുള്ളത്. കൊണ്ടുവന്നിട്ടുണ്ടല്ലോ 50 രൂപയുടെ 100 രൂപയുടെ പുസ്തകങ്ങൾ കൊട്ടക്കണക്കിന്. പെങ്ങളെ പഠിപ്പിച്ച് പേഷ്കാരാക്കാൻ. പഠിച്ചോ. ഈ പുതിയ പുസ്തകം വാങ്ങിക്കുമ്പോ നല്ല രസമാണ്. പണ്ട് എനിക്കും അങ്ങനെയായിരുന്നു. അതിനൊരു നല്ല മണമുണ്ട് അല്ലേ അടുത്തമ്മേ? പക്ഷെ 2 മാസം കഴിയുമ്പോ ചേട്ടൻ ചോദിക്കും കംപ്ലീറ്റ് ഒന്ന് കാണാപ്പാടം പഠിച്ച് പറയാൻ. അതുകൊണ്ടാണ് ഞാൻ പഠിത്തം നിർത്തിയത്. ചേട്ടനെങ്കിലും വല്ലപ്പോഴും ഹോസ്റ്റലിലേക്ക് ഒന്ന് വന്നൂടെ? പോവാൻ എനിക്ക് വല്ല വിഷമം ഉണ്ടായിട്ടാണ് അടുത്തമ്മേ. ഞാൻ വല്ലപ്പോഴും ഇവിടെ കാണാൻ വേണ്ടി ഇവിടെ ഹോസ്റ്റലിലേക്ക് ചെല്ലുന്നു. ഇവിടെ സുന്ദരികളായ കൂട്ടുകാരികൾ എന്നെ നോക്കി ചിരിക്കുന്നു, ഞാൻ അവരെ നോക്കി തിരിച്ചിരിക്കുന്നു. അതിവിടെ ചേട്ടൻ അറിയുന്നു, ചുറ്റിക്കളിയാവുന്നു. എന്തിനാ പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കുന്നത്? എന്തെങ്കിലും ദയവായിട്ട് തരണം. 2 ദിവസമായി കഞ്ഞി കുടിച്ചിട്ട്. ഡബിൾ 4. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഈ ഗോപുവൻ പ്രദേശമുള്ള റിപ്ലൈ അയച്ചില്ലേ? അല്ല സർ, ഞാൻ വിചാരിച്ചു. നിങ്ങളോട് ആരായി വിചാരിക്കാൻ പറയുന്നേ? അല്ല സർ, ഞാൻ കരുതി. നിങ്ങളോട് ആരായി കരുതാൻ പറയുന്നേ? സർ, ഈ ട്രോഫിയാണോ ഹൈദരാബാദിൽ നിന്ന് കിട്ടിയത്? ഓഹോ, നിങ്ങൾ കണ്ടില്ലല്ലേ? യുനോ സംതിങ്, 3ാമത്തെ വർഷമാണ് നമുക്ക് തന്നെ ട്രോഫി കിട്ടുന്നത്. നത്തിങ് ലൈക്ക് ഹാർഡ് വർക്ക്, ബീന. യു അണ്ടർസ്റ്റാൻഡ്? യെസ് സർ. അല്ല, ഇതാര്? ഡൽഹി ബാംഗ്ലൂർ യാത്രയൊക്കെ കഴിഞ്ഞോ? ഞാൻ ഇന്നലെ വന്നു. ബാ. മാസ്റ്റർ പറഞ്ഞ മാഗസിനൊക്കെ ഇതിലുണ്ട്. നന്നായി ഇരിക്കെ. നിന്നെ കാണണമെന്ന് ഞാൻ വിചാരിച്ചിരിക്കായിരുന്നു. ആ സമയത്ത് തന്നെ വന്നു ചേർന്നു. നല്ല ലക്ഷണമാണ്. എന്താ മാസ്റ്റർ? ഇവിടെ നിന്ന് 30 കിലോമീറ്റർ അകലെ വളരെ വിഖ്യാതമായ ഒരു ക്ഷേത്രമുണ്ട്. ആ വിവരങ്ങൾ ഞാൻ എഴുതിത്തരാം. എല്ലാ മാസവും അവസാനത്തെ വെള്ളിയാഴ്ച നീയും ഭാര്യയും കൂടി അവിടെ പോകണം. അവിടെ ഏറ്റവും വിശേഷപ്പെട്ടത് ശയനപ്രദക്ഷിണമാണ്. മുടങ്ങാതെ നീ അത് ചെയ്യണം. എന്താ മാസ്റ്റർ കാര്യം? എല്ലാം തേഞ്ഞ നിന്റെ ജീവിതത്തിൽ ഒരു ദുഃഖമല്ലേ ഉള്ളൂ. ആ ദുഃഖം അതുകൊണ്ട് പരിഹരിക്കും. ഞാൻ പഠിപ്പിച്ച ഒരു കൃഷ്ണനുണ്ണിയുണ്ട്. അവനിപ്പോ ബിസിനസ് ഒക്കെ ആയിട്ട് കഴിയാണ്. അവനും 15 വർഷമായി കുട്ടികളില്ല. ഏതോ ഒരു സ്വാമി ഉപദേശത്തിന്റെ പേരില്ല അവൻ അവിടെ പോയതും ശയനപ്രദക്ഷിണം നടത്തിയത്. മെനഞ്ഞാന്ന് അവൻ ഭാര്യ കുട്ടിയുമായി എന്നെ കാണാൻ വന്നിരുന്നു. അപ്പോഴാണ് നിന്നെ പറ്റി ഞാൻ ഓർത്തത്. അങ്ങനെ ഒരു വിശ്വാസമുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല? അങ്ങനെ ആവട്ടെ മാസ്റ്റർ. നമ്മുടെ ശാന്തൻ എങ്ങനെ ഇരിക്കുന്നു? ഒന്നും പറയണ്ട മാസ്റ്റർ, അവനാണ് എന്റെ ഏറ്റവും വലിയ പ്രശ്നം. അവൻ ഇനിയും ഉത്തരവാദിത്വം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒരു ചേട്ടൻ ഇങ്ങനെ കഷ്ടപ്പെടാനുണ്ടെന്ന് കരുതി അനിയൻ അങ്ങ് ജീവിക്കാന്ന് വെച്ചാൽ? നീ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അവൻ. അവനൊരു ദോഷവും വരില്ല. മറ്റുള്ളവരൊക്കെ നിന്നെപ്പറ്റി പറയുമ്പോ അവന് അഭിമാനമാണ്. നിന്റെ ഫാക്ടറിയിൽ എന്തോ തൊഴിൽ പ്രശ്നമുണ്ടെന്ന് കേട്ടു. ഒന്നും പറയണ്ട മാസ്റ്റർ, ഏതോ ഒരു തലതിരിഞ്ഞവൻ കൊടിയും പിടിച്ചിരിപ്പുണ്ട്, അത്രേ ഉള്ളൂ. സൂക്ഷിക്കണം. ഒരുത്തൻ കൊടി പിടിച്ചാൽ അവന് പറഞ്ഞാൽ മനസ്സിലാകും. കൊടിയുടെ എണ്ണം കൂടിയാൽ നമ്മുടെ ഭരണഘടന മാറ്റേണ്ടി വരും. ഇതങ്ങനല്ല മാസ്റ്റർ. എന്റെ അടുത്ത് ജോലി അന്വേഷിച്ചു വന്നൊരു തെണ്ടിയാണവൻ. അവനോട് ഇതൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയുള്ളൊന്നും ഞാൻ അറിയുന്ന പ്രശ്നമേ ഇല്ല. എടാ, നിന്റെ ചേട്ടനുണ്ടല്ലോ, അവനെന്നെ ഭയങ്കര പേടിയാ. അവനെ ഞാൻ തല്ലി കണക്ക് നോക്കിയാ അവൻ എന്നെ കൊല്ലേണ്ട സമയം കഴിഞ്ഞു. പിന്നെ അവനെന്നെ തീറ്റിപ്പോറ്റുന്നത് അവന്റെ ഗുരുത്വം. പക്ഷേ ഞാൻ അന്ന് അവനെ തല്ലിയതുകൊണ്ട് അവൻ ഈ നിലയിലെത്തി. എന്നാൽ ആ കൈ വെച്ച് എന്നെ ഒരു പൂശൂശമാവാ. അയ്യോ, എന്തിനാടാ കതിരെ വളം വെച്ച് കൈ നാശാക്കുന്നത്? കളിയാക്കാതെ. മന്ത്രിയാവുന്ന എന്റെ ജാതകത്തില് അറിയോ? അത് ചിലപ്പോ ആയെന്ന് വരും. അതിനുള്ള വിദ്യാഭ്യാസം അല്ലേ നിനക്ക്? ഒരു പടം ഊതാതെ 4 യൂണിയൻ എന്റെ കൂടെ. ഇനിയിപ്പോ യൂണിയൻ പ്രവർത്തനം ഇല്ലാഞ്ഞിട്ട് മന്ത്രിയായില്ലെന്ന് വേണ്ട. എടാ മോനെ, നീ അബദ്ധത്തിന് മന്ത്രി ആവുമ്പോ ഈ അമ്മാവനെ ഗഡ്മാനാക്കാൻ പറ്റില്ല. നീ ആക്കില്ലേ? ആക്കാൻ പറ്റില്ല. നീ ആക്കില്ലടാ. പറ്റില്ല. നീ ആക്കില്ലെന്ന് എനിക്ക് അറിയാതാ. ഈ അമ്മാവന് ആരില്ലാത്തോണ്ടല്ലടാ പറയണത്. എന്തത്? ഇവിടുന്ന് ഇറങ്ങിപ്പോയ അമ്മാവന്റെ ഗതി കേട്ടടാ. ആക്കില്ലടാ. നീ ആക്കില്ലെന്ന് എനിക്കറിയാം. ഈ ഗംഗാധരൻ ആരുമില്ല. ഈ ഗംഗാധരൻ ആരുമില്ലടാ. അതുകൊണ്ട് അവരവിടെ
അമ്മാ ഡേ ശാന്തൻ. അച്ഛന്റെ സ്വഭാവം തന്നെയാ. ആ, ആഹാരം കഴിക്കുമ്പോ എല്ലാരും അടുത്ത് വേണം. അതല്ലേ അമ്മ ഒരു സുഖം. എവിടെ ആയിരുന്നു ദേവരെ? അമ്മ ഒന്ന് നനച്ചോണ്ടിരിക്കുന്നു. വെള്ളം, പച്ചവെള്ളം. ഇങ്ങും അടുത്തോട്ട് അമ്മാവാ. എന്തിനാ 1 കിലോമീറ്റർ ദൂരെ പോയിരിക്കുന്നേ? നീ തന്നെയാണല്ലോ എപ്പോഴും പറയാറുള്ളത് ഒരകൽച്ച നല്ലതാണെന്ന്. എന്താ അമ്മ പറഞ്ഞത്? അത് ഗംഗാധരൻ നിനക്കിട്ടൊന്ന് വെച്ചതാ. എന്റെ അമ്മാവനല്ലേ അമ്മേ, മോശക്കാരനാവൂ? ഗോകുലവിലാസത്തിൽ പത്മനാഭൻ നായർ മകൾ ശ്രീമതി വസന്തകുമാരി സമക്ഷം, ശാന്തിവിലാസത്തിൽ കരുണാകരക്കുറുപ്പ് മൂത്തമകൻ വിനയൻ എന്നറിയപ്പെടുന്ന വിനയേന്ദ്രക്കുറുപ്പ് സമർപ്പിക്കുന്ന സങ്കട ഹർജി ഭവതിയോടുള്ള സ്നേഹത്തിന്റെ പ്രതീകമായി അടിയൻ ബുദ്ധിമുട്ടി പൊട്ടൻതെരുവിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്ന ഈ കുടമുല്ല പൂക്കളെ അവിടുത്തെ കാർകൂന്തലിൽ ഒന്ന് അണിയിക്കാനുള്ള അനുമതി ഒന്ന് തരണം. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി മുതൽ നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് കാലൂന്നിയാണ്. വേണ്ട വേണ്ട, 8 വർഷത്തിനുള്ളിൽ കുറെ തവണ കാലൂന്നിയതാ പുതിയ ജീവിതത്തിലേക്ക്. ഈ മുല്ലപ്പൂവിന്റെ മണം മാറുമ്പോ നിങ്ങളുടെ മട്ടും ഭാവവും മാറും. ആ മട്ടും ഭാവവും നീ ഇനി കാണണ്ട. ഉള്ള സമയം കളവരെ നീ കോടതി പോയി പ്രാക്ടീസ് ചെയ്യടി. വിശ്വസിക്കാൻ വയ്യ അല്ലേ? ഈ മൂരാച്ചി നായരുടെ ഉള്ളിലും ഒരു കൊച്ചു ഹൃദയമൊക്കെ ഉണ്ട്. അങ്ങോട്ട് നീ. പിന്നൊരു കാര്യം, തിരക്ക് പിടിച്ച വക്കീലായി പോയെന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞിനെ ഗർഭം ധരിക്കാനും പ്രസവിക്കാനുള്ള സമയമില്ലെന്ന് മാത്രം പറഞ്ഞേക്കരുത്. കളിയാക്കാണ് അല്ലേ? അല്ല, നമുക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ പോകുന്നു. ഞാനിന്ന് പണിക്കര് സാറിനോടെ പോയിരുന്നു. ഉടപ്പിറന്നോളെ ഇന്ന് 14 പൊട്ടലും ചീറ്റലൊന്നും മോള് കേൾക്കുന്നില്ലല്ലോ, മറന്നുപോയതായിരിക്കും. ഈ വരുന്ന 20th അവസാനത്തെ വെള്ളിയാഴ്ച. ഭയങ്കര വിശ്വാസമുള്ള അമ്പലമെന്നാ പറയുന്നത്. നമ്മളങ്ങ് തുടങ്ങും. ഇവിടുന്ന് ഒരു ടൂറിനെന്ന് പറഞ്ഞങ്ങ് പോവാം. ആരും അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതെന്താ അറിയിച്ചാലേ? അങ്ങനെ ഇപ്പൊ എല്ലാ കാര്യവും എല്ലാവരും അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിനും ഒരു അകൽച്ചയൊക്കെ വേണം. ഞാൻ എന്താ ഒരു ഡ്രൈവർ അയക്കാത്തത്? പൊതുവെ ഞാൻ സംസാരിക്കുന്ന കൂട്ടത്തില്ല. ഞാൻ വെറുതെ കാരണത്തിന് അതും പറയും, അവൻ കേൾക്കും. എന്തിനാ വെറുതെ? എങ്കിലും അമ്മയോടൊന്ന് പറയണം. അപ്പം വേണ്ടാന്നല്ലേ പറഞ്ഞത്? ടൂറിന് പോകുന്ന കാര്യം. ടൂറിന് പറയാം. ഇത്രയേ ഉള്ളൂ സാധനം. ഇപ്പൊ ഇത്രേ ഉള്ളൂ. വേണം നമുക്ക് ഇനിയും വരുത്താം. എന്റെ വീട് കാര്യമായിട്ടൊന്ന് ഇലക്ട്രിഫൈ ചെയ്യണം. ചെയ്ത് കളയല്ലോ. സാറിന് ഏത് സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ ചെയ്ത് കളയാം. ഒരു നാടൻ സ്റ്റൈൽ, അതായത് ഒരു തിരുവല്ല സ്റ്റൈൽ, അതുപോലെ മതിയെങ്കിൽ അതുപോലെ ചെയ്യാം. അല്ല കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഒരു ടൗൺ സ്റ്റൈൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു മെഡ്രാസ് സ്റ്റൈൽ ചെയ്യാം. അതല്ലേ നമുക്ക് ഡൽഹി ആക്കാം. ഇതൊന്നുമില്ല ഒരു അമേരിക്കൻ സ്റ്റൈൽ തട്ടാന്ന്. താജ്മഹൽ സ്റ്റൈൽ. ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മുഗൾ സ്റ്റൈൽ, അതായത് മുഹമ്മദ് ബിൻ തുഗ്ലക് സ്റ്റൈൽ. അത് കണ്ടപ്പോഴേ മനസ്സിലായി. നമുക്ക് ആദ്യം പോയി വീടൊന്ന് കാണാം. നമുക്ക് പോകാം. അയ്യോ, ഞാൻ ഇപ്പൊ ഫ്രീ അല്ല. ഒരു 4 മണി കഴിഞ്ഞിട്ട് വരാം. 4 മണി കഴിഞ്ഞാൽ ഞാനും ഫ്രീ അല്ല. വേണമെങ്കിൽ വാ. സാറിന്റെ വീട് എവിടെയാ? ഞാൻ എന്റെ കാർഡ് തരാം. അയ്യോ, ജലന്ധറിലോ? അവിടെ വരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് ഞാൻ സർവീസിൽ ഇരിക്കുമ്പോഴുള്ള കാർഡാ. അപ്പൊ സാറിന് നാട്ടിലെ അഡ്രസ് ഇല്ലേ? ഉണ്ട്. എവിടെ? മറുവശത്ത്. I am an ex-serviceman. അച്ഛാ, ഓക്കേ. അയ്യോ അയ്യോ, ബീരേ, അയ്യോ മോളെ ഓടിവാ. എന്താ ചേട്ടാ? വേദന. ഇവിടെയാണോ? ബനിയൊന്ന് ഉരിക്കേ. പതുക്കെ പതുക്കെ. ചേട്ടൻ ഇങ്ങനെ കുടിക്കുന്നോണ്ടാ. നിനക്കെങ്കിലും ഇങ്ങനെ പറയാൻ തോന്നിയല്ലോ. നിന്റെ ചേട്ടത്തി ഒരുത്തിയുണ്ടല്ലോ, എന്റെ ഭാര്യ.
ഓ അവള് പറയുന്നത് കുടിച്ചെവലയിലും ഒരിടത്ത് കിടന്നോളാനാ. അയ്യോ ഓ ഓ പുറത്ത് ഇത്രയും കാലം രാജ്യം സേവിച്ചതിന് എനിക്ക് കിട്ടിയ ഓ ഈശ്വര. ഓ മതിയോ? ഓ ആ മതി 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 മതി. ആരാണ് നോക്കി? ഞാൻ പോകത്തില്ല. ചേട്ടൻ കാശ് കടം മേടിച്ച 2-3 പേര് ഇന്ന് രാവിലെ വന്നതാ. ആ എന്നാ ഞാൻ പോവാം. ഓ അയ്യോ. എന്താ മിസ്റ്റർ? ഞാൻ താജ്മഹൽ കാണാൻ വന്നതാ. താജ്മഹലോ? അതൊക്കെ ആഗ്രഹമില്ലല്ലേ? തനിക്ക് ബോധമുണ്ടോ? അത് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്. ഓർമ്മയില്ലേ രാവിലെ ഷോപ്പിൽ വന്നത്? ആ ഒരു മിനിറ്റ്. ഓ മുഹമ്മദ് ബിൻ തുഗ്ലക്. ആ വസ്തേ, എന്തു പറ്റി? എന്താ കാര്യം എന്ന് പറയൂ. വേണ്ട, ഇനി ഇത് വേണ്ട. നമുക്ക് കുട്ടികൾ ഉണ്ടായില്ലേലും കുഴപ്പമില്ല. എനിക്കിത് കണ്ടോണ്ട് നിൽക്കാൻ വയ്യ. ഞാൻ വെറുതെ കണ്ണട ചുരുളുന്നല്ലേ ഉള്ളൂ. നീയല്ലേ എന്നെ തിരിച്ചുവിടുന്നത്. ഒരു കാര്യം മാത്രം, എന്തു വന്നാലും നമ്മുടെ ലക്ഷ്യം നേടുന്നവരെ മാസത്തിൽ അവസാനത്തെ വെള്ളിയാഴ്ച ഇത് മുടക്കരുത്.